നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ബഡ്ജറ്റിന് പിന്നാലെ റേച്ചൽ റീസിനെ കടന്നാക്രമിച്ച് മാധ്യമങ്ങൾ. റീസിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റ് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കി. 2 മില്യൺ പൗണ്ടിലധികം വിലയുള്ള വീടുകൾക്ക് സർചാർജ് നൽകേണ്ടി വരും. യുകെയിലെ കുടിയേറ്റ വിസ നിയമങ്ങൾ കർക്കശമാകുമ്പോൾ പ്രത്യാഘാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപ്പെടുന്നു. സ്റ്റുഡന്റ് വിസ ആക്ഷൻ പ്ലാനിൽ അവസാനമായി യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയറിനും ഉൾപ്പെടുത്തി. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ അഭയം തേടിയെത്തുന്ന വിദേശികളിൽ 87% പേർ വരുന്നത് നോർത്തേൺ അയർലൻഡ് അതിർത്തി വഴി. കണക്കുകൾ വ്യക്തമാക്കി ഐറിഷ് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. യുകെയിലെ തിരക്കേറിയ നഗരങ്ങളിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി പുതിയ തരം മൊബൈൽ ഫോൺ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. SMS ബ്ലാസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പോർട്ടബിൾ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് വ്യാപകം. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചു. ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ കുടിയേറ്റം കാത്തുകഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദൂരവ്യാപകമായ പ്രത്യാഘാതം. ബഹിരാകാശ മേഖലയെ പുനർനിർമ്മിക്കുന്നതിൽ രാജ്യത്തെ ജൻസി തലമുറ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ പരാമർശം ഹൈദരാബാദിലെ സ്കൈ റോഡ് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പിന്റെ ഉദ്ഘാടന വേളയിൽ. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് കേസെടുത്തത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം 2024-25 വെട്ടിക്കുറച്ച 6757 കോടി രൂപയും 2025-26 3323 കോടിയും പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ബഡ്ജറ്റ് അവതരണത്തിന് പിന്നാലെ ബ്രിട്ടന്റെ സമീപകാല ചാൻസലർമാർ നേരിടാത്ത ആക്രമണമാണ് ഇന്നലെ റേച്ചൽ റീവ്സിന് മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത്. സാധാരണ ബഡ്ജറ്റ് അവതരണത്തിന് പിറ്റേന്ന് വരുന്ന പത്രങ്ങൾ, അതായത് ബഡ്ജറ്റിന്റെ നേട്ടകോട്ടങ്ങൾ വിലയിരുത്തുന്ന പതിവാണ് സംഭവിക്കുന്നതെങ്കിലും നേട്ടങ്ങൾ എണ്ണി പറയാൻ ഒന്നുമില്ലെന്ന മട്ടിലാണ് ഇന്നലെ പത്രങ്ങൾ റീവ്സിന്റെ ബഡ്ജറ്റിനെ കൈകാര്യം ചെയ്തത്. കടുത്ത വലതുപക്ഷ പത്രങ്ങളായ ദി ടൈംസ്, ഡെയിലി മെയിൽ, ദി സൺ, ഡെയിലി എക്സ്പ്രസ് എന്നിവ മാത്രമല്ല, ലേബർ പക്ഷത്ത് എന്ന് നിൽക്കുന്ന ഇൻഡിപെൻഡന്റ്, ദി ഗാർഡിയൻ എന്നിവ പോലും കടുത്ത വിമർശനങ്ങളാണ് റീവ്സിന്റെ ബഡ്ജറ്റിന് നൽകിയത്. ചരിത്രത്തിലെ ആദ്യ വനിതാ ചാൻസലറാണ് താനെന്ന് വ്യാഴാഴ്ച ബഡ്ജറ്റ് അവതരണ വേളയിലും റീവ്സ് ആവർത്തിച്ചെങ്കിലും ആ ആനുകൂല്യമൊന്നും നൽകാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന കാഴ്ചയാണ് ഇന്നലെ രാവിലെ ബ്രിട്ടീഷ് ജനതയെ തേടിയെത്തിയത്. നികുതി വർധനവിനൊപ്പം ബെനിഫിറ്റുകൾ പുനഃസ്ഥാപിക്കുവാനും അതിന് ജോലി ചെയ്തു ജീവിക്കുന്ന സാധാരണക്കാരെ ക്രൂശിക്കുവാനും തയ്യാറായ ബഡ്ജറ്റാണ് മാധ്യമങ്ങളെ ഒരുപോലെ പ്രകോപിപ്പിച്ചത് എന്നത് വ്യക്തം. ഭാവിയിലേക്കുള്ള ഒന്നും ബഡ്ജറ്റിൽ എടുത്തു പറയാനില്ലാത്തത് പോയതും വിമർശനത്തിന്റെ ഭാഷ കടുക്കാൻ കാരണമായി. ബഡ്ജറ്റ് ചോർന്നതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ റീവ്സിന്റെ തെറ്റുകൊണ്ടെങ്കിലും സംഭവിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാരണമായത് എന്നതാണ് പ്രധാനം. സാധാരണക്കാർക്ക് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൽ റേച്ചൽ റീവ്സിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് വിഷമസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ അധ്വാനിക്കുന്ന വർഗത്തെ നികുതി വേട്ടയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പു പറഞ്ഞിരുന്ന റീവ്സ് പക്ഷേ ഇന്നലെ സ്വരം മാറ്റി. സാലറി സാക്രിഫൈഡ് പെൻഷൻ വിഹിതത്തിൽ പ്രതിവർഷം 2000 പൗണ്ട് എന്ന പരിധി ഏർപ്പെടുത്തിയതാണ്. 2029 ഏപ്രിൽ മുതൽ ഇതിനു മുകളിലുള്ള തുകയ്ക്ക് നികുതി ഇളവ് ഉണ്ടായിരിക്കില്ല. ഇത് ഈ പദ്ധതി ഉപയോഗിക്കുന്ന തൊഴിലാളികൾക്ക് വലിയൊരു ഇരുട്ടടിയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ തൊഴിലുടമകൾക്ക് മാത്രമല്ല, ഇത് സ്വകാര്യ മേഖലയിലെ പെൻഷൻകാരും സർക്കാർ മേഖലയിലെ പെൻഷൻകാരും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രതിവർഷം 50,000 പൗണ്ട് സമ്പാദിക്കുകയും 5% വിഹിതം നൽകുകയും ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് പ്രതിവർഷം 75 പൗണ്ട് അധികമായി ചെലവാകും. 1,00,000 പൗണ്ട് വരുമാനമുള്ളവർക്ക് ഇത് 450 പൗണ്ട് ആവുകയും ചെയ്യും. തൊഴിലുടമകളെ ഇതിലും ഭയാനകമായി ബാധിക്കും എന്നതിനാൽ അവർ അവരുടെ പെൻഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. അതല്ലെങ്കിൽ ശമ്പള വർധനവ് സ്വകാര്യ മേഖലയിൽ മന്ദഗതിയിലാക്കേണ്ടതായി വരും. അതിനു പുറമെ വരുമാന നികുതി ബാധകമാകുന്ന വരുമാന പരിധി വർദ്ധിപ്പിക്കാതെ 2031 വരെ മരവിപ്പിച്ച് നിർത്തുന്നതിനാൽ കൂടുതൽ തൊഴിലാളികൾ ഉയർന്ന നിരക്കിലുള്ള വരുമാന നികുതി നൽകുന്ന ബാൻഡിലേക്ക് കടന്നുവരും. കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ശമ്പള വർധനവ് അനുസരിച്ച് വരുമാന നികുതി ബാധകമായ വരുമാന നികുതി വർദ്ധിപ്പിക്കാത്തതാണ് ഇതിന് കാരണമാകുന്നത്. സമാന രീതിയിൽ ഇൻഹെറിറ്റൻസ് ടാക്സിനെയും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെയും ഇത് ബാധിക്കും. 2 മില്യൺ പൗണ്ടിലധികം വിലയുള്ള വീടുകൾക്ക് സർചാർജ് നൽകേണ്ടതായും വരും. 2.5 മില്യൺ പൗണ്ട് വരെ വിലയുള്ള വീടുകൾക്ക് പ്രതിവർഷം 2500 പൗണ്ട് ആയിരിക്കും വാർഷിക ലെവി. 5 മില്യണിലധികം വിലയുള്ള വീടുകളാണെങ്കിൽ ഇത് 7500 പൗണ്ട് വരെയായി ഉയരും. ഏകദേശം 1 ലക്ഷം വീടുകളെ മാത്രമാണ് ഇത് നേരിട്ട് ബാധിക്കുകയുള്ളൂ എങ്കിലും
ഈ നീക്കം ഗൃഹവിപണിയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. മാത്രമല്ല അതുവഴി സ്റ്റാമ്പ് ഡ്യൂട്ടി വഴിയുള്ള വരുമാനം കുറയ്ക്കുന്നതിനാൽ പ്രതിവർഷം 300 മില്യൺ പൗണ്ടിന്റെ നഷ്ടം സർക്കാർ ഖജനാവിനുണ്ടാകും. രാത്രി താമസ സൗകര്യം ഒരുക്കുന്ന ഹോട്ടലുകൾ, ഹോളിഡേ ഹോമുകൾ, ഗസ്റ്റ് ഹൌസുകൾ എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഇത് ഈടാക്കുക. ഏതൊരു വലിപ്പത്തിലുള്ള സ്ഥാപനങ്ങൾക്കും നികുതി നൽകേണ്ടതായി വരും. ഇതൊരു നിശ്ചിത തുക ആയിട്ടായിരിക്കും ഈടാക്കുക. ഉദാഹരണത്തിന് ഒരു രാത്രിക്ക് £1 വീതം അല്ലെങ്കിൽ മൊത്തം ബുക്കിംഗ് ചെലവിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ന കണക്കിലാകും. യുകെയിലെ കുടിയേറ്റ വിസ നിയമങ്ങൾ കർശനമാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. സ്റ്റുഡൻസ് വിസ ആക്ഷൻ പ്ലാൻ അവസാനമായി ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ട്ഫോർഡ്ഷെയറിനെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്, ഗ്ലാസ്ഗോ, കലോഡിയൽ യൂണിവേഴ്സിറ്റി എന്നിവയെ ഈ വർഷം ആദ്യം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് സെഡൻഷ്യൽ ലങ്കാഷെയർ കഴിഞ്ഞ വർഷം മുതൽ ഒരു 6 മാസ പ്ലാനിലാണ്. ഡി മോഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി, നോട്ടിംഗ്ഹാം ട്രെന്റ് യൂണിവേഴ്സിറ്റി എന്നിവയും സമാനമായ പ്ലാൻ ലിസ്റ്റിൽ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികൾ സ്പോൺസർ ലൈസൻസിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹോം ഓഫീസ് എടുത്ത നടപടിയാണ് സ്റ്റുഡന്റ് വിസ ആക്ഷൻ പ്ലാൻ. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഈ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്പോൺസർഷിപ്പിനുള്ള ഒന്നോ അതിലധികമോ നിബന്ധനകൾ ഈ സ്ഥാപനം പാലിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരു നിശ്ചിത സമയപരിധിയിൽ യൂണിവേഴ്സിറ്റി ആവശ്യമായ നടപടികൾ എടുത്ത് പ്രശ്നം പരിഹരിക്കണം. വിദേശ വിദ്യാർത്ഥികൾ വിസ ചട്ടങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടന്നേക്കാം. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ അഭയം തേടിയെത്തുന്ന വിദേശികളിൽ 85% പേർ വരുന്നത് നോർത്തേൺ അയർലൻഡ് അതിർത്തി വഴിയാണെന്ന് ഐറിഷ് നീതിന്യായ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഐറിഷ് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ കണക്കുകൾ നൽകിയതെന്നും ജിം ഓഫ് കല്ലഗൻ വ്യക്തമാക്കി. ബുധനാഴ്ച മുതിർന്ന മന്ത്രിമാരുടെ യോഗത്തിൽ അഭയാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും കുറയ്ക്കുവാൻ തീരുമാനിച്ചതിന് ഐറിഷ് സർക്കാർ പിന്തുണച്ചതിന് പുറകെയാണ് ഈ കണക്കുകൾ പുറത്തുവന്നത്. ജോലിയുള്ള അഭയാർത്ഥികൾക്ക് താമസമൊരുക്കുന്ന നയത്തിൽ മാറ്റം, കുടുംബത്തെ കൊണ്ടുവരുന്നതിനുള്ള നിബന്ധനകൾ കൂടുതൽ കർശനമാക്കുന്നത്, പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള സമയ കാലാവധി ദീർഘിപ്പിക്കുന്നത് തുടങ്ങിയ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വിദേശികൾ വിമാനത്താവളത്തിൽ വെച്ച് അഭയത്തിനുള്ള അപേക്ഷകൾ നൽകിയില്ലെങ്കിൽ അവർ അതിർത്തി വഴി കടന്നെത്തിയതിനു ശേഷമാണ് അപേക്ഷ നൽകുന്നത് എന്ന് വിശ്വസിക്കാൻ എല്ലാ കാരണങ്ങളും ഉണ്ട് എന്നും കല്ലഗൻ വ്യക്തമാക്കി. യുകെയിലെ തിരക്കേറിയ നഗരങ്ങളിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി പുതിയ തരം മൊബൈൽ ഫോൺ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. SMS ബ്ലാസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പോർട്ടബിൾ ട്രാൻസ്മിറ്ററുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് വ്യാപകമാകുന്നത്. സമീപത്തുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ഒറ്റയടിക്ക് സന്ദേശങ്ങൾ അയക്കാൻ ശേഷിയുള്ള ഉപകരണങ്ങളാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. ഈ ഉപകരണങ്ങളുമായി വാഹനങ്ങളിൽ നഗരങ്ങളിലൂടെ സഞ്ചരിച്ചാണ് തട്ടിപ്പുകാർ സന്ദേശങ്ങൾ അയക്കുക. മൊബൈൽ ഉപകരണങ്ങൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് SMS ബ്ലാസ്റ്ററുകൾ കാരണമാകുന്നതിനായി റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിയമപരമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതെന്ന വ്യാജേന ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയച്ച് ആളുകളെ അവരുടെ സ്വകാര്യ അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന സ്മിഷിംഗ് ആണ് തട്ടിപ്പുകാർ ഇതിലൂടെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ ബ്ലാസ്റ്ററുകൾ ഉപയോഗിക്കുന്നതിലൂടെ ക്രിമിനലുകൾക്ക് ഇരയുടെ നമ്പർ അറിയാതെ തന്നെ സ്മിഷിംഗിന് അവസരം ലഭിക്കും. കൂടാതെ മൊബൈൽ ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കിംഗ് നിരീക്ഷണം മറികടക്കാനും ഇവർക്ക് കഴിയുന്നു. ഈ രീതി മൊബൈൽ ഫോൺ തട്ടിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ സ്വഭാവത്തിന്റെ തെളിവാണെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്ക് വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണെന്നും യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തുന്നു. കറുത്ത കാറിൽ SMS ബ്ലാസ്റ്ററുമായി ലണ്ടനിലൂടെ സഞ്ചരിച്ച ചൈനീസ് വിദ്യാർത്ഥിയായ സിയോങ്ങിനെ ജൂണിൽ 58 ആഴ്ച തടവിന് ശിക്ഷിച്ചിരുന്നു. മാർച്ച് 22-നും 27-നും ഇടയിൽ സിയോങ് 10,000-കണക്കിന് പേർക്കാണ് തട്ടിപ്പ് ലക്ഷ്യമിട്ട് സന്ദേശങ്ങൾ അയച്ചത്. HMRCയിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്ന ഈ സന്ദേശങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിനായി ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നു. തിരക്കുള്ള ട്യൂബ് യാത്രയ്ക്കിടെ SMS ബ്ലാസ്റ്റർ കൊണ്ടുപോയി കോങ് ജി ചെൻ ഒക്ടോബർ 15-ന് കോടതി 24 ആഴ്ചത്തേക്ക് തടവിന് ശിക്ഷിച്ചിരുന്നു. വിക്ടോറിയ ലൈനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു യാത്രക്കാരന് പാഴ്സൽ മെയിലിൽ നിന്നുമുള്ള വ്യാജേന സ്പാം ടെക്സ്റ്റ് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വെളിച്ചത്തായത്. വലിയ പച്ച സൂട്ട്കേസിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പച്ച ഫ്ലാഷിംഗ് ലൈറ്റും കറുത്ത ആന്റിനയുമുള്ള ഇലക്ട്രിക് യൂണിറ്റ് ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഹെറോയിൻ കടത്തിയതിന് ഇന്ത്യൻ വംശജന് യുകെയിൽ 10 വർഷം തടവ്. സ്കോട്ട്ലൻഡിലെ ഈസ്റ്റ് ലോദിയാൻ സ്വദേശിയായ രാജേഷ് ബക്ഷി എന്നയാൾക്കാണ് കാന്റർബറി കോടതി ശിക്ഷ വിധിച്ചത്. ഇയാളുടെ കൂട്ടാളിയായ ജോൺ പോൾ ക്ലർക്ക് എന്നയാളെ 9 വർഷം തടവിനും ശിക്ഷിച്ചു. ക്ലാസ് A വിഭാഗത്തിൽപ്പെടുന്ന നിരോധിത ലഹരി ഉൽപ്പന്നമായ ഹെറോയിനാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. 2022 ജൂണിൽ ഡോവറിലെ തുറമുഖത്ത് ലഹരി പിടിച്ചെടുക്കുകയായിരുന്നു.
4 ദശലക്ഷം പൗണ്ട് വില വരുന്നതാണ് പിടികൂടിയ ലഹരി വസ്തുക്കൾ. ഇവയുടെ പൊതിയിൽ നിന്നും രാജേഷ് ബക്ഷിയുടെ വിരലടയാളം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ബക്ഷിയും ക്ലർക്കും തമ്മിൽ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് നടത്തിയ ഫോൺ കോളുകളുടെയും മെസ്സേജുകളുടെയും തെളിവുകൾ ലഭിച്ചിരുന്നു. നേരത്തെ നിയന്ത്രിത മരുന്നുകൾ വിതരണം ചെയ്ത കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ബക്ഷി. ആകർഷണീയങ്ങളായ ബ്ലാക്ക് ഫ്രൈഡേ ഡീലുകൾ ഔദ്യോഗികമായി തന്നെ എത്തിയിരിക്കുന്നു. ആമസോണും ജോൺ ലൂയിസും മുതൽ നിഞ്ചയും ബൂട്ട്സും മറ്റു പലരും സജീവമായി അനവധി ഓഫറുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്തതുപോലുള്ള ഓഫറുകളാണ് അവയിൽ പലത്. ക്രിസ്മസ് കയ്യെത്തും ദൂരത്തെത്തിയതോടെ സമ്മാനങ്ങൾ കരുതി വെക്കാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹെഡ്ഫോണുകൾ, സ്മാർട്ട് ഹോം ടെക്, കിച്ചൺ ഗാഡ്ഗേജുകൾ, വാക്യൂം ക്ലീനർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ വിപുലമായ ശേഖരമാണ് ബ്ലാക്ക് ഫ്രൈഡേയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആമസോൺ, ഷാർലറ്റ് ടിൽബറി, ഡൈസൺ, ആർഗോസ് തുടങ്ങിയ പലരും വൻ കിഴിവുകൾ നൽകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 50.99 പൗണ്ടിന്റെ ആമസോൺ ഫയർ TV സ്റ്റിക് 4K ഇപ്പോൾ വെറും 24.99 പൗണ്ടിന് ലഭിക്കും എന്നതാണ്. ആമസോൺ ആണ് ഈ ഓഫർ നൽകുന്നത്. അതേസമയം ബൂട്ട്സ് നൽകുന്നത് 299.99 പൗണ്ടിന്റെ ഷാർക്ക് ഫ്ലക്സ് ആണ്. ഇതുകൊണ്ടും തീരുന്നില്ല ഓഫറുകളുടെ പെരുമഴ. ലേക്ക് ലാൻഡ്സ് 199.99 പൗണ്ടിന്റെ ഡ്രൈ സൂൺ ഫ്ലോത്തും ഡ്രയർ 159.99 പൗണ്ട് നൽകുമ്പോൾ 199.99 പൗണ്ടിന്റെ ഷാർക്ക് കോഡ് ഡയറ്റ് അപ്ഡേറ്റ് വാക്വം ക്ലീനർ 116 പൗണ്ടിനും 50 പൗണ്ടിന്റെ ഫിനിഷ് ഡിഷ് വാഷ് ടാബ്ലറ്റ് 16.99 പൗണ്ടിനും നൽകുകയാണ് ആമസോൺ. നവംബർ 20 ആരംഭിച്ച ആമസോൺ ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് ഡിസംബർ 1 സൈബർ മൺഡേ ദിനത്തിലാണ് അവസാനിക്കുന്നത്. US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം വെടിയേറ്റ നാഷണൽ ഗാർഡ് അംഗം സാറ ബെക്സ്ട്രോം ചികിത്സയിലിരിക്കെ മരിച്ചു. മറ്റൊരു നാഷണൽ ഗാർഡ് അംഗമായ ആൻഡ്രൂ വുൾഫ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സൈനികർക്കു നേരെ വെടിവെച്ച റഹ്മാനുള്ള ലഹൻവാൾ അഫ്ഗാൻ യുദ്ധകാലത്ത് US സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും US ഇന്റലിജൻസ് ഏജൻസിയായ CIA സ്ഥിരീകരിച്ചു. റഹ്മാനുള്ളയുടെ US സൈനിക ബന്ധം CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് ആണ് സ്ഥിരീകരിച്ചത്. റഹ്മാനുള്ള US സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും FBI ഡയറക്ടർ കാഷ് പട്ടേലും സ്ഥിരീകരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരായ പോരാട്ടത്തിൽ US സൈന്യത്തെ സഹായിച്ച സ്വദേശികൾക്ക് ബൈഡൻ ഭരണകൂടം നന്ദി സൂചകമായി കുടിയേറ്റ അവസരം നൽകിയിരുന്നു. ഈ പദ്ധതിയിലൂടെ 2021 റഹ്മാനുള്ള ലഹൻവാൾ US-ലെത്തിയത്. വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവയ്പിൽ അഫ്ഗാൻ പൗരൻ പിടിയിലായ സംഭവത്തിന് പിന്നാലെ അഫ്ഗാൻ പൗരനുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളും പ്രോസസിംഗ് അനിശ്ചിതമായി നിർത്തിവെച്ചതായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ്. സുരക്ഷാ പരിശോധനാ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കുന്നതുവരെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളും അനിശ്ചിതകാലത്തേക്ക് ഉടനടി നിർത്തിവെക്കുന്നുവെന്നും രാജ്യത്തിന്റെയും അമേരിക്കൻ ജനതയുടെയും സംരക്ഷണവും സുരക്ഷയുമാണ് ഏക ലക്ഷ്യവുമെന്നും ദൗത്യവുമെന്നും ഇമിഗ്രേഷൻ സർവീസ് എക്സിലെ വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നിന്നും ഏതാനും ബ്ലോക്കുകൾ മാത്രം അകലെ വെച്ച് നടന്ന ആക്രമണം നടത്തിയത് 29-കാരനായ അഫ്ഗാൻ പൗരൻ റഹ്മാനുള്ള ലഗ്മാനാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെ വെടിയുതിർത്ത ഇയാളെ പോലീസ് വെടിവെച്ചാണ് പിടികൂടിയത്. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അമേരിക്കൻ കുടിയേറ്റം കാത്തുകഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാവുന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റേത്. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുക, കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരു വിദേശ പൗരനെയും നാടുകടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി. US സംവിധാനത്തിന് പൂർണ്ണമായും കരകയറാൻ അനുവദിക്കുന്നതിനായി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം ഞാൻ ശാശ്വതമായി നിർത്തിവെക്കും. ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കും. അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടില്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരെയോ നീക്കം ചെയ്യും. നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും അവസാനിപ്പിക്കും. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കും. പൊതുജനങ്ങൾക്ക് ഭാരമാവുകയും സുരക്ഷാ ഭീഷണിയാവുകയോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെട്ടവരായ ഏതൊരു വിദേശ പൗരനെയും നാടുകടത്തും. നിയമവിരുദ്ധവും പ്രശ്നക്കാരുമായ ജനവിഭാഗങ്ങളെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് കുറിച്ചു.
ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.40 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 89.47 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.74 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കിയ നേപ്പാളിന്റെ നടപടി ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനാകില്ലെന്നും ഇത്തരത്തിൽ കൃത്രിമമായി ഭൂമിശാസ്ത്രപരമായ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നും അതിർത്തിയെക്കുറിച്ചുള്ള സംഭാഷണം തുടരുകയാണെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ചരിത്രപരമായ വസ്തുതകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനമില്ലാതെയാണ് നേപ്പാളിന്റെ അവകാശവാദങ്ങൾ. ഇന്ത്യയുടെ കീഴിലുള്ള തർക്ക പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് 100 രൂപയുടെ പുതിയ നോട്ട് പുറത്തിറക്കിയിരുന്നു. കാലാപാനി, ലിബുലേഖ്, ലിംബിയാധുര പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഭൂപടമാണ് നേപ്പാളിന്റെ 100 രൂപ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ ഗവർണർ മഹാപ്രസാദ് അധികാരിയുടെ ഒപ്പാണ് നോട്ടിലുള്ളത്. ബഹിരാകാശ മേഖലയെ പുനർനിർമ്മിക്കുന്നതിൽ രാജ്യത്തെ ജൻസി തലമുറ നിർണായക പങ്കു വഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിലെ സ്കൈ റൂട്ട് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസിന്റെ ഉദ്ഘാടന വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവതലമുറ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. എല്ലാ അവസരങ്ങളും അവർ വിവേകപൂർവ്വമാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ ബഹിരാകാശ മേഖല തുറന്നപ്പോൾ രാജ്യത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ജൻസി തലമുറ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വന്നു. ഇന്ന് ഇന്ത്യയിലെ 300-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയുടെ ബഹിരാകാശ ഭാവിക്ക് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ജൻസി എഞ്ചിനീയർമാർ, ജൻസി ഡിസൈനർമാർ, ജൻസി കോഡർമാർ, ജൻസി ശാസ്ത്രജ്ഞർ എന്നിവർ പ്രൊഫഷണൽ സിസ്റ്റങ്ങൾ, സംയോജിത വസ്തുക്കൾ, റോക്കറ്റ്, സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം തുടങ്ങിയവയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മേഖലകളാണ് ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകർക്ക് ആകർഷണമായ മേഖലയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാൾ ജൻസി പ്രക്ഷോഭം നടത്തി സർക്കാരിനെ അട്ടിമറിച്ച സമയത്താണ് പ്രധാനമന്ത്രിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയം. ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ അൽ ഫലാഖ് സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഡോക്ടർ ഷക്കീൻ ഷാഹിദും ഭാര്യ ഭർത്താക്കന്മാരെന്ന് റിപ്പോർട്ട്. ഇവർ കമിതാക്കളാണെന്ന് അന്വേഷണ സംഘം ധരിച്ചിരുന്നത്. എന്നാൽ 2023 സെപ്റ്റംബർ അൽ ഫലാഖ് സർവകലാശാലയ്ക്ക് അടുത്തുള്ള പള്ളിയിൽ ഇവരുടെ നിക്കാഹ് കഴിഞ്ഞതായാണ് വിവരം. സ്ഫോടന പ്രവർത്തനങ്ങൾക്കായി മുസമ്മിലിന് 2023 6.5 ലക്ഷം രൂപയും കാർ വാങ്ങാൻ ചാവേർ ഉമറിന് 2024 3 ലക്ഷം രൂപയും ഷഹീൻ നൽകിയിരുന്നു. ഇത്രയും പണം നൽകാൻ ആശയം മാത്രമല്ല മുസമ്മിലിനും ഷഹീനും തമ്മിലുള്ള ബന്ധവും കാരണമായി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ജയ്ഷെ ഭീകരരുടെ പ്രവർത്തനങ്ങൾക്കായി ഷഹീൻ ഇതിനകം 27 മുതൽ 28 ലക്ഷം രൂപ വരെ നൽകിയെന്നാണ് രേഖ. ഇത് മതപരമായ സക്കാത്താണെന്നാണ് ഷഹീൻ ആദ്യം പറഞ്ഞത്. അതിനിടെ നേരത്തെ ശ്രീനഗറിൽ നിന്നും അറസ്റ്റിലായ ജസീർ ബിൽബാനിയെ കോടതിയിൽ വ്യാഴാഴ്ച 7 ദിവസത്തേക്ക് കൂടി NIA കസ്റ്റഡിയിൽ വിട്ടു. ഉമറിനായി ഡ്രോണുകൾ പരിഷ്കരിക്കുവാനും റോക്കറ്റ് ഉണ്ടാക്കുവാനും ശ്രമിച്ചത് വാനിയാണ്. കശ്മീരിൽ തീവ്രവാദ ബന്ധമുള്ള ഒട്ടേറെ സംഭവങ്ങൾ NIA കണ്ടെത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ഗണ്ടേബൽ എന്നിവിടങ്ങളിൽ 2016 മുതൽ സജീവമായ തീവ്രവാദ സംഘങ്ങളെ കുറിച്ച് അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇവരാണ് മുസമ്മിലിനും ഉമറിനും ആയുധങ്ങൾ എത്തിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ കുറ്റം ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ പരാതിയിലാണ് നടപടി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിലാണ് യുവതിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. വ്യാഴാഴ്ച 4:30 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റൊരു സ്ത്രീക്കൊപ്പം എത്തിയാണ് യുവതി കാര്യങ്ങൾ വിശദീകരിച്ചത്. 3 പേജുള്ള പരാതി എഴുതി നൽകി. വാട്സ്ആപ്പ് ചാറ്റ്, ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. ADGP H വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ നിശ്ചയിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വടിവാദികൾ എത്തി നിൽക്കെ രാഹുലിനെതിരെ പരാതി വന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നുവെങ്കിലും പരാതിക്കാരെ നേരിട്ടെത്തിയിരുന്നില്ല. എന്നാൽ മൂന്നാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികൾ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു.
ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുവതി അതിന് തയ്യാറായിരുന്നില്ല. ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. പരാതി ലഭിച്ചതോടെ പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടി രാഹുൽ മാറി നിൽക്കുകയാണ്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റിന് നീക്കം ആരംഭിച്ചതോടെ മുൻകൂർ ജാമ്യത്തിലുള്ള നീക്കത്തിലാണ് രാഹുൽ. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം 2024-25 വെട്ടിക്കുറച്ച 6,757 കോടി രൂപയും 2025-26 3,323 കോടി രൂപയും പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ 2024-25 സാമ്പത്തിക വർഷത്തെ മൂലധന നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയായി SASCIയുടെ ഭാഗമായി ലഭിക്കേണ്ട 300 കോടി രൂപ ലഭ്യമാക്കാൻ ഇടപെടൽ വേണമെന്നും അദ്ദേഹം കേരളത്തിലെ MPമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയാണ് ഓൺലൈനായി യോഗം ചേർന്നത്. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭ്യമാക്കാൻ ഇടപെടണം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ കീഴിൽ 620 കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായം ലഭിക്കണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കുന്നതിനും കൃഷി സംരക്ഷിക്കുന്നതിനും നിലവിലുള്ള മാർഗരേഖകൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നും MPമാർ ചൂണ്ടിക്കാട്ടി. IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ബസിലെ സ്ഫോടനവും മെക്കാനിക്കിന്റെ മരണവും ക്യാമ്പസിന് ഞെട്ടലായി. കോളേജ് വിട്ട് വിദ്യാർത്ഥികൾ പോയ ശേഷമായിരുന്നു ബസിന്റെ ടർബോ ചാർജർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായത്. ബസിന്റെ ചില്ലുപൊട്ടി ചില്ലുകൾ ദൂരത്തേക്ക് തെറിച്ചു വീണു. വൻതോതിൽ പുകയും ഉയർന്നു. കോളേജ് ബസിന്റെ അറ്റകുറ്റപ്പണിക്കിടെ ചങ്ങനാശ്ശേരി ചിത്ര വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായ ചങ്ങനാശ്ശേരി മാമൂട് വെളിയം കട്ടത്തറ കുഞ്ഞുമോനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:45 ക്യാമ്പസിലായിരുന്നു സംഭവം. ഡ്രൈവർ പേരിശ്ശേരി സ്വദേശി സജീന്ദ്രനും ബസിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് ചാടിയതിനാൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. എഞ്ചിന്റെ ശേഷി കൂട്ടുന്ന ടർബോ ചാർജർ മാറ്റി സ്ഥാപിച്ച ശേഷം സ്റ്റാർട്ടാക്കിയ ഉടൻ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ട് സമീപത്തെ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ പ്രഖ്യാപന സമയം മുതൽ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള മമ്മൂട്ടിയുടെ കളങ്കാവൽ തിയേറ്ററുകളിലെത്താൻ ഇനി 7 ദിവസം. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ K. ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണിത്. ആദ്യം നവംബർ 27-ന് റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് പിന്നീട് ഡിസംബർ 5-ലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെയർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുക. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ K. ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധേയം നേടിയ ജിതിൻ K. ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ. പിന്നെ സ്പോർട്സ്. ഓസ്ട്രിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് പോർച്ചുഗൽ ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. പോർച്ചുഗലിന്റെ ആദ്യത്തെ അണ്ടർ-17 കിരീടമാണ്. 48 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ആദ്യ 3 സ്ഥാനങ്ങളും യൂറോപ്യൻ ടീമുകൾ നേടി. 32-ാം മിനിറ്റിൽ ബെൻഫിക്കയുടെ മുന്നേറ്റ നിര താരം അനിസിയോ കബ്രാളാണ് പോർച്ചുഗലിന് കിരീടം നേടിക്കൊടുത്ത വിജയ ഗോൾ സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ കബ്രന്റെ 7ാമത്തെ ഗോളായിരുന്നു ഇത്. അതിനേക്കാൾ ഒരു ഗോൾ അധികം നേടിയ ഓസ്ട്രേലിയയുടെ യോഹന്നാസ് മോസ ആണ് ഗോൾഡൻ ബോൾ ജേതാവായത്. ഖത്തറാണ് ടൂർണമെന്റിൽ ആതിഥ്യം വഹിച്ചത്. അടുത്ത 4 വർഷങ്ങളിലും അവർ തന്നെയായിരിക്കും ആതിഥ്യം വഹിക്കുന്നത്. നേരത്തെ ദോഹയിൽ നടന്ന 3-ാം സ്ഥാനത്തിനായുള്ള മത്സരം 0-0 സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്നുണ്ടായ ഷൂട്ടൌട്ടിൽ ഗോൾ കീപ്പർ അലക്സാൻഡ്രോ ലോങ്കേനിയൻ 2 പെനാൽറ്റികൾ അടുത്തതോടെ ഇറ്റലിയിൽ 4-2-ന് ബ്രസീലിനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ബഡ്ജറ്റിന് പിന്നാലെ റേച്ചൽ റീസിനെ കടന്നാക്രമിച്ച മാധ്യമങ്ങൾ. റീസിന്റെ 2ാമത്തെ ബഡ്ജറ്റ് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കി. 2 മില്യൺ പൗണ്ടിലധികം വിലയുള്ള വീടുകൾക്ക് സർചാർജ് നൽകേണ്ടി വരും. UK-യിലെ കുടിയേറ്റ വിസ നിയമങ്ങൾ കർക്കശമാകുമ്പോൾ പ്രത്യാഘാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപ്പെടുന്നു. സ്റ്റുഡന്റ് വിസ ആക്ഷൻ പ്ലാനിൽ അവസാനമായി യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ് ഫെയറിനും ഉൾപ്പെടുത്തി. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ അഭയം തേടിയെത്തുന്ന വിദേശികളിൽ 87% പേർ വരുന്നത് നോർത്തേൺ അയർലൻഡ് അതിർത്തി വഴി. കണക്കുകൾ വ്യക്തമാക്കി ഐറിഷ് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. UK-യിലെ തിരക്കേറിയ നഗരങ്ങളിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി പുതിയ തരം മൊബൈൽ ഫോൺ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. SMS ബ്ലാസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പോർട്ടബിൾ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് വ്യാപകം. 3ാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചു. ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ കുടിയേറ്റം കാത്തുകഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദൂരവ്യാപകമായ പ്രത്യാഘാതം. ബഹിരാകാശ മേഖലയെ പുനർനിർമ്മിക്കുന്നതിൽ രാജ്യത്തെ ജൻസി തലമുറ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
മോദിയുടെ പരാമർശം ഹൈദരാബാദിലെ സ്കൈ റോഡ് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പിന്റെ ഉദ്ഘാടന വേളയിൽ. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് കേസെടുത്തത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം 2024-25 വെട്ടിക്കുറച്ച 6,757 കോടി രൂപയും 2025-26 3,323 കോടിയും പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്ന് ആവശ്യം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.